രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അന്ന് ഇതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈസിയാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെറുപയർ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരൊപ്പത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് വിസിൽ വെച്ച്, അതായത് ഒരു 5-6 വിസിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ വേവിച്ചെടുക്കുക. ആ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം അത്യാവശ്യത്തിന് കുറഞ്ഞ് ഒട്ടും ഉണ്ടാവില്ല. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ഉടച്ചെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. കടുകിട്ട് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. സവോളയും തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഞാനേ പണ്ട് ബോംബെയിലായിരുന്നപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ മറാഠികളുണ്ടായിരുന്നു. അവർ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുവരുമ്പോഴേ അവരുടെ മെയിനായിട്ടുള്ള ഒരു കറിയായിരുന്നു ഈ ചെറുപയർ കറി എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയായിരുന്നു ചെറുപയർ. പക്ഷെ അവരുടെ ആ ഉണ്ടാക്കിയ ആ ടേസ്റ്റ്, ആ രീതി കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിയും ചെറുപയർ കറിയായിരിക്കും അവർ മിക്കവാറും കൊണ്ടുവരിക. അവരുടെ ചപ്പാത്തി ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞാനിത് അവരോട് റെസിപ്പിയൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ വേണേയും കൂടെയും നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ റാഗിപ്പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ ചെറുപയർ നന്നായി ഉടച്ചെടുത്തത് ഈ വഴന്ന് വരുന്ന ഈ സവാള തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൊടികളും ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു പാകത്തിനൊന്ന് തിളപ്പിച്ചെടുക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും നല്ല കൊഴുപ്പോടുകൂടെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങ അരച്ച് വെക്കുന്ന കറികളോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത കറികളാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ റാഗിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാനും ഉള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നൈസായിട്ടുള്ള റാഗിയുടെ പൊടിയായിരിക്കും കിട്ടുക. അതിലേക്ക് ഇപ്പോൾ 1 കപ്പ് പൊടിയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കുക. അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗിപ്പുട്ടും ചെറുപയർ കറിയായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.